വർക്കല, ഇടവ, മാന്ദ്ര ഭാഗത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞിരിക്കുന്നത്. തുറന്ന നിലയിലുള്ള 2 കണ്ടെയ്നറുകളാണ് തീരത്തെത്തിയിരിക്കുന്നത്. അഞ്ചുതെങ്ങ്, അയിരൂർ ഭാഗങ്ങളിലും കണ്ടെയ്നറുകൾ ഒഴുകിയെത്തി തുടങ്ങി. അഞ്ചുതെങ്ങ് ഒന്നാം പാലത്തിനടുത്ത് കരക്കടിഞ്ഞ ചാക്കുകെട്ടുകളിൽ പോളിത്തീൻ മെറ്റീരിയലുകളാണ്. കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കുന്നത് വൈകും. കടലിലൂടെ പോർട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കം തൽക്കാലം പ്രതിസന്ധിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അഞ്ചുതെങ്ങിൽ നിന്ന് ടി എസ് ഹരീഷ്ണ, തിരുമല വാരത്തിൽ നിന്നും കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഹരിയിലേക്കാണ്. ഹരി, ഇപ്പോൾ അഞ്ചുതെങ്കിലും എത്തിയിരിക്കുന്നു. എല്ലാം ഈ തെക്കോട്ടേക്കാണ്, തെക്കൻ തീരത്തേക്കാണ് കണ്ടെയ്നറുകളെല്ലാം ഒഴുകിയെത്തുന്നത്. എത്ര കണ്ടെയ്നറുകൾ കാണാൻ കഴിയുന്ന ഒരു പരിധിയിലുണ്ട്? കെട്ടിവലിച്ചു നിർത്താനുള്ള ശ്രമങ്ങളുണ്ടോ? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് അവിടെ? തിരുവനന്തപുരത്തെ തീരദേശ മേഖല ജാഗ്രതയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞിരിക്കുന്നത്. അഞ്ചുതെങ്ങിലെ ഒന്നാം പാലത്തിനടുത്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് രാവിലെ ഞാനിവിടെ എത്തുമ്പോൾ 2 കണ്ടെയ്നറുകൾ എനിക്ക് കാണാമായിരുന്നു. പക്ഷേ ശക്തമായ തിരമാലയുണ്ട്. കടൽ കുറച്ച് രൗദ്രഭാവത്തിലാണ്. ഒരു കണ്ടെയ്നർ കടലിലൂടെ താഴേക്ക് പോയിട്ടുണ്ട്. അതായത് ഇന്ന് രാവിലെ വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത് 3 കണ്ടെയ്നറുകൾ ഏകദേശം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അവരൊരു സംശയം പറഞ്ഞത് അത് 3 എണ്ണമാണോ അതോ ഒരെണ്ണം തകർന്ന് 2ആയതാണോ എന്നുള്ള സംശയം പറഞ്ഞിരുന്നു. അതിലൊന്ന് രാവിലെ തന്നെ തിരയിൽപ്പെട്ട് താഴേക്ക് പോയി. അതിനുശേഷം ഞാനിവിടെ വരുമ്പോൾ 2 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ശക്തമായ തിരമാല ഇപ്പോൾ തീരത്തടിക്കുന്നുണ്ട്. അതിൽപ്പെട്ട് താഴേക്ക് പോയിട്ടുണ്ട്. ഇനി ഒന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. വളരെ തീരത്തോട് ചേർന്ന് തന്നെയാണ് ഈ കണ്ടെയ്നറിൻ്റെ ഒരു ഭാഗവും ഇവിടെ കിടക്കുന്നത്. പക്ഷേ ഈ കണ്ടെയ്നറും തിരയിൽപ്പെട്ട് താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇനി കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. കണ്ടെയ്നറുകൾ പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലാണ്. ഈ തീരത്ത് കാണുന്ന ചാക്കുകെട്ടുകളൊക്കെ കണ്ടെയ്നറിനുള്ളിൽ ഉണ്ടായിരുന്ന വസ്തുക്കളാണ്. ഇവിടെ വന്നപ്പോൾ ഒരു പ്ലാസ്റ്റിക് പോലെയാണ് ഇത് തോന്നിയത്. അതായത് പോളിത്തീൻ മെറ്റീരിയൽ ആണ് എന്ന് ഇതിൽ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന അസംസ്കൃത വസ്തു എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇപ്പോൾ ഈ ഹെൽത്തിൻ്റെ മറ്റുമൊക്കെ ആൾക്കാർ, തഹസീൽദാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഈ പരിശോധന നടത്തുകയാണ്. രാവിലെ പോലീസിൻ്റെ നിരീക്ഷണം ഇവിടെ ഉണ്ടായിരുന്നു. തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളൊക്കെ രാവിലെ ഇവിടെ വന്നിരുന്നു. നേരത്തെ കുറച്ച് മഴ പെയ്തപ്പോഴാണ് അവരൊക്കെ ഇവിടെ നിന്ന് മാറിയത്. ഈ സാധനങ്ങളിൽ തുടരുതെന്നും ഈ കണ്ടെയ്നറിന് ഒരു 200 മീറ്റർ മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോഴാണ് ഈ ഹെൽത്തിൻ്റെ ആൾക്കാരും തഹസീൽദാർ ഉൾപ്പെടെയുള്ളവർ ഈ ചാക്കുകെട്ടുകളിൽ എന്താണ്, ഇതെന്തെങ്കിലും അസംസ്കൃത വസ്തു, ഇതെന്താണ് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ശരി, ടി എസ് ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. അഞ്ചുതെങ്ങിൽ നിന്നുള്ള കാഴ്ചകളാണ്. പോളിത്തീൻ മെറ്റീരിയൽസ് ഒക്കെയാണ് ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നിരിക്കുന്നത് എന്നാണ്. എന്തായാലും അവിടെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊന്നും കാണാനില്ല എന്ന് തോന്നുന്നു, അല്ലേ ഹരി? എന്തെങ്കിലും നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥരാരെങ്കിലും അവിടെ ഉണ്ടോ, അതോ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളുമാണോ ഇപ്പോൾ അവിടെ ഉള്ളത്? പരിശോധനയ്ക്കായുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഹെൽത്തിൽ നിന്നുള്ളവരാണ്. ഇത് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അധികൃതരോ മറ്റോ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം.